ഇന്ന് നമുക്ക് മരത്തിൽ നിന്ന് കൊക്കക്കായ പറിച്ചിട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് പഴുത്ത കൊക്കക്കായൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ അതിൽ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഴ കാരണം കൊക്കക്കായന്റെ തോട് നല്ല കട്ടിയായിരിക്കും. അപ്പൊ അത് കത്തി വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ കുരുവാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നത്. അപ്പൊ എല്ലാ കായന്റെ ഉള്ളിലുള്ള സീഡുകൾ ഞാൻ ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് നല്ലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ തലേന്ന് രാത്രിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിറ്റേന്ന് രാവിലെ ഇതുപോലെ ഒരു പാത്രത്തിൽ പരത്തി കൊടുത്തിട്ട് വെയിലത്ത് ഇതുപോലെ ഉണങ്ങാനായിട്ട് വെക്കാം. ഒരു 2 ദിവസം വെയിൽ കിട്ടിയാൽ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ഇനി നമുക്കിത് വറുത്തെടുക്കുകയാണ്. അപ്പൊ ഇത് വിറകടുപ്പിലാട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ഇതുപോലെ ഒരു കറുത്ത കളറായി വരുവോളം നമുക്കിത് വറുത്തെടുക്കണം. എന്നാൽ കരിക്കട്ടാകും ചെയ്യരുത്. വറുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ തോട് കിട്ടും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കൊക്കോ ബീൻ. അപ്പോൾ എല്ലാത്തിൻ്റെയും തോട് കളഞ്ഞിട്ട് ഇതുപോലെ കൊക്കോ ബീൻ ആക്കിയിട്ട് മാറ്റാം. എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അപ്പൊ ഈ കുരുവിന്റെ ഒക്കെ തോട് മാറ്റുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈസി ആട്ടോ. ഇനിയിപ്പോ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് കോക്കോ ബീൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പൊടിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അതിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊക്കോ ബട്ടർ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ ആ കൊക്കോ ബട്ടർ വരുവോളം നമ്മൾ ഇതുപോലെ അരച്ചെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്നെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ബട്ടറാണ്, നെയ്യും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ കേട്ടോ. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ചോക്ലേറ്റ് വേണ്ടത് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലൂസ് ടൈപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നല്ല തിക്കായിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിതേ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിസ്താഷ്യോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യോ എന്താ വേണ്ടത് വെച്ചാൽ അതിലേക്ക് ആഡ് ചെയ്യും. ആദ്യമൊക്കെ ഞാൻ പാല് കുറുക്കി അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു. ഇതാവുമ്പോൾ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് സേവ് ചെയ്ത് വെച്ചു, ആവശ്യം വരും എന്നിട്ട് ട്രൈ ആക്കിക്കോട്ടോ. അപ്പോൾ ഓക്കെ, ശരി, ടാറ്റാ, ബൈ ബൈ.